കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തി പ്രകടനവും നിർമ്മാണ പ്ലാന്റിലേക്ക് മാർച്ചും നടത്തി. വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. ചരിത്ര പ്രാധാന്യവും വാണിജ്യ പ്രാധാന്യവുമുള്ള കായംകുളം നഗരത്തെ വൻമതിൽ ഉയർത്തി രണ്ടായി വിഭജിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് കരാർ കമ്പനിയുടെ നിർമ്മാണ പ്ലാന്റിൽ പോലീസ് തടഞ്ഞു. കായംകുളത്ത് ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ പള്ളി ജംഗ്ഷൻ വരെ തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളത്ത് നടക്കുന്ന സമരത്തെയും പ്രതിഷേധക്കാരെയും തടങ്കലിലാക്കി പോലീസ് കാവലിൽ നിർമ്മാണം നടത്താമെന്ന വിശ്വസമുദ്ര കമ്പനിയുടെ ധാർഷ്ട്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ തീർപ്പാകും വരെ പ്രദേശത്തെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആലപ്പുഴ MP മുഖാന്തിരം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി മുമ്പാകെ നടത്തിയ ഇടപെടലിനെ തുടർന്ന് വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷനെയും ഉദ്യോഗസ്ഥ സംഘത്തെയും നിയോഗിച്ച സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ബാഹ്യസമ്മർദ്ദത്തെ തുടർന്ന് ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ രൂക്ഷമായ സമരങ്ങളെ കമ്പനി നേരിടേണ്ടി വരുമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ പറഞ്ഞു. അതുകൊണ്ട് സമരം ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. നേരത്തെ പറഞ്ഞ വളരെ വിശാലമായ രീതിയിൽ കായംകുളത്തിന്റെ പ്രാധാന്യവും ഇവിടെ വരാൻ പോകുന്ന ഈ ഹൈവേ കായംകുളത്തെ രണ്ടായി കീറിമുറിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തവും വളരെ കൃത്യമായി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. വളരെ വിശദമായൊരു വർത്തമാനത്തിന്റെ ആവശ്യമില്ല. കായംകുളം മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ, മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KA വാഹിദ്, ജനറൽ സെക്രട്ടറി നവാസ് ആലയിൽ, J അബ്ദുൽ ഖാദർ, മുഹീദ്ദീൻ ഷാ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ കായംകുളം പട്ടണത്തെ, അതിനേക്കാൾ ഉപരി വാണിജ്യ പ്രാധാന്യമുള്ള നമ്മുടെ കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ് കായംകുളത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതോടൊപ്പം തന്നെ വിശ്വസമുദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കായംകുളം ONK ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി വിശ്വസമുദ്ര കരാർ കമ്പനിയുടെ നിർമ്മാണ പ്ലാന്റിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.